തൃശൂർ മാറിമറിയും. വെള്ളാപ്പള്ളി മകൻ വെള്ളാപ്പള്ളിയെ വിരട്ടി മത്സരിക്കേണ്ടെന്ന തീരുമാനം മാറ്റിയതിനു പിന്നിൽ മോദിയും അമിത്ഷായും കളിച്ച കളി. ജയിച്ചാലും ജയിച്ചില്ലെങ്കിലും മത്സരിച്ചേ തീരൂ. എങ്കിൽ അച്ഛനെയും മകനെയും കാത്തിരിക്കുന്നത് വമ്പൻ ഓഫർ. അല്ലെങ്കിലോ? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവസാനം തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. തുഷാർ മത്സരിക്കേണ്ടെന്ന് കടുംപിടുത്തം പിടിച്ച വെള്ളാപ്പള്ളിയെയും മകനെയും അക്ഷരാർത്ഥത്തിൽ മോദിയും അമിത്ഷായും വരുതിക്ക് നിർത്തി. വളരെ നിർണായകമായ തെരഞ്ഞെടുപ്പിൽ തുഷാറിനെ മത്സരിപ്പിച്ചാൽ മാത്രമേ SNDP വോട്ടുകൾ ലഭിക്കുകയുള്ളൂ. ഇക്കാര്യം മനസ്സിലാക്കിയാണ് CPM വെള്ളാപ്പള്ളിക്ക് മേൽ കടുത്ത സമ്മർദ്ദം ചെലുത്തിയത്. മുഖ്യമന്ത്രി ഉൾപ്പെടെ 4 പ്രമുഖ മന്ത്രിമാരാണ് വെള്ളാപ്പള്ളിയെ വീട്ടിലെത്തി കണ്ടത്. എന്നാൽ അതിനെല്ലാം തകർക്കുന്ന നിലപാടാണ് മോദി സ്വീകരിച്ചത്. തുഷാർ മത്സരിക്കണമെന്ന് BJP നേതാക്കൾ വെള്ളാപ്പള്ളിയോട് പറഞ്ഞു. അതിന് തടസ്സം നിന്നാൽ പഴയതുപോലെയല്ല, ശക്തമായ നടപടി വരും. പഴയ മൈക്രോ ഫിനാൻസ് കേസ് എൻഫോഴ്സ്മെന്റ് അന്വേഷിക്കും. മാത്രമല്ല, വെള്ളാപ്പള്ളിക്ക് സംരക്ഷണം നൽകുന്ന സേനയെ പിൻവലിക്കും. പക്ഷേ തുഷാർ മത്സരിച്ചാൽ തോറ്റാലും കുഴപ്പമില്ല, വലിയ സ്ഥാനം നൽകും. തോറ്റാൽ രാജ്യസഭാ MPയും ജയിച്ച് BJP അധികാരത്തിൽ വന്നാൽ മന്ത്രിയുമാക്കും. ഇപ്പോഴത്തെ സർവേ ഫലങ്ങളും BJPക്ക് അനുകൂലമാണ്. ഇത് ചൂണ്ടിക്കാട്ടിയതോടെ വെള്ളാപ്പള്ളിയും മകനും തണുത്തു. അങ്ങനെയാണ് മത്സരിക്കാൻ മഞ്ഞക്കൊടി വീശിയത്. അതേസമയം അച്ഛനും മോനും ഇപ്പോഴും കള്ളക്കളി തുടരുകയാണ്. സംസ്ഥാനത്തെ പിണക്കാതിരിക്കാൻ അച്ഛനും കേന്ദ്രത്തെ പിണക്കാതിരിക്കാൻ മകനും ശ്രമിക്കുന്നു. ഇതിന്റെ ഭാഗമായാണ് ഇരുവരുടെയും പ്രസ്താവനകൾ. തുഷാർ മത്സരിച്ചാൽ തോക്കുമെന്ന കാര്യത്തിൽ സംശയമില്ലെന്നാണ് വെള്ളാപ്പള്ളി ഇന്നലെയും ആവർത്തിച്ചു പറയുന്നത്. ചാലക്കുടി എതിർ സ്ഥാനാർത്ഥിയായ ഇന്നസെന്റിനെ ഇരുകൈ നീട്ടി സ്വീകരിച്ചാണ് മകനെ തള്ളിപ്പറഞ്ഞത്. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെങ്കിൽ SNDP യോഗം വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കണമെന്നും വെള്ളാപ്പള്ളി പറയുന്നു. ആലപ്പുഴയിലാവട്ടെ ഇടത് സ്ഥാനാർത്ഥി AM ആരിഫ് തോറ്റാൽ തല മൊട്ടയടിച്ച് കാശിക്കു പോകുമെന്ന പ്രഖ്യാപനവും വെള്ളാപ്പള്ളി നടത്തി. എന്നാൽ ഇത് രസത്തിന് പറഞ്ഞതാണെന്ന് ഇപ്പോൾ പറയുന്നു. സ്ഥാനാർത്ഥി നിർണയത്തിൽ കോൺഗ്രസ് ഈഴവ സമുദായത്തെ അവഗണിച്ചു. തുഷാർ മത്സരിച്ചാൽ തോൽക്കുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ആലപ്പുഴ സീറ്റിനെ കുറിച്ച് പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു. ഷാനിമോൾ ഉസ്മാന് തോൽക്കുന്ന സീറ്റ് നൽകിയത് ശരിയായില്ലെന്നും ജയിക്കുന്ന സീറ്റായ വയനാട് നൽകണമായിരുന്നുമെന്നാണ് വെള്ളാപ്പള്ളിയുടെ പക്ഷം. ഷാനിമോളെ കോൺഗ്രസ് ചതിക്കുകയായിരുന്നു. ആലപ്പുഴയെ സംബന്ധിച്ച് ഒരു കാട്ടിൽ 2 പുലികൾ വേണ്ടെന്ന് അവിടുത്തെ വോട്ടർമാർ കരുതിയാൽ എന്തു ചെയ്യാനൊക്കുമെന്നും അദ്ദേഹം ചോദിക്കുന്നു. സ്ഥാനാർത്ഥി നിർണയത്തിൽ കോൺഗ്രസ് ഈഴവ സമുദായത്തെ അവഗണിച്ചെന്ന് വെള്ളാപ്പള്ളി വീണ്ടും ആരോപിച്ചു. ന്യൂനപക്ഷ സമുദായങ്ങൾ സ്ഥാനാർത്ഥി പട്ടിക ഹൈജാക്ക് ചെയ്തുവെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. കാര്യങ്ങൾ ഇത്രയൊക്കെ ആയിട്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ലെന്ന് BDJS സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി ആവർത്തിച്ചു പറയുകയാണ്. SNDP ഭാരവാഹിത്വം രാജിവെക്കേണ്ടി വന്നാൽ രാജിവെക്കാൻ താൻ തയ്യാറാണെന്നും അദ്ദേഹം പറയുന്നു. സംസ്ഥാനത്തെ NDA സീറ്റ് വിഭജന പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് BJP നേതാക്കൾക്കൊപ്പമാണ് വാർത്താ സമ്മേളനത്തിൽ തുഷാർ പങ്കെടുത്തത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.